അപ്പൊ തുളസി പിപിയുടെ ഒരു ഡയലോഗിൽ ആ ഡയലോഗ് ഒന്ന് പറയാൻ പറ്റും? അപ്പൊ തുളസി പിപി വരുന്നോ ശബരിമലയ്ക്ക്? ഉണ്ണിച്ചേട്ടനായിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞ ഉണ്ണിച്ചേട്ടൻ ആദ്യം തന്നെ പറയേണ്ടത് ഭയങ്കര കെയറിംഗ് ആണ്. സ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കാൻ എങ്ങനെയാണ് ചെയ്യാറുള്ള മോൻ? മാളികപ്പുറത്തിനൊക്കെ എന്നെ അവളെയൊക്കെ റോബോട്ട് എന്ന് വിളിച്ച് പഠിച്ചു. അങ്ങനെ ഇരുന്നല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ദേവനന്ദി ആയിട്ടുള്ളത്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ അടികളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ മാളികപ്പുറത്തിന് ശേഷം സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്, അറിഞ്ഞൂടെ? കേട്ടിട്ടുണ്ടോ? ഒരു പാട്ട് പാടുവോ മോൻ? ഇല്ലൂമിനാറ്റി ഇല്ലൂമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലൂമിനാറ്റി. മാളികപ്പുറത്തിലെ പീയൂഷിന് എല്ലാവർക്കും ഓർമ്മയില്ല. ഇപ്പൊ ശ്രീപദാണ് പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. പീയൂഷ്, എന്താ പുതിയ വിശേഷങ്ങള്? പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത് സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇപ്പം ഞാനൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ കൂടെയുള്ള ഒരു പടമാണ്. ഇപ്പോൾ ഒരു പുതിയ വിശേഷം എന്ന് പറയുന്നത് മോണിക്ക ഒരു എ സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് പീയൂഷ്, അല്ലേ? അതെ. അപ്പോൾ ആ ഒരു കഥാപാത്രം എന്താണ്? ആ സിനിമയിലെ ഒരു കഥാപാത്രം പീയൂഷിൻ്റെ? അതിൽ എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ അത് ടോട്ടലി പറഞ്ഞാൽ നിങ്ങളത് സിനിമ കണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. ജസ്റ്റ് ഒരു ക്ലൂ പോലെ ഞാൻ തരാം. കഥാപാത്രം എന്ന് പറയുന്നത് ഞാനതിൽ കുഴപ്പമില്ലാത്തൊരു റോള് തന്നെയാണ്. അതിൽ സ്വരൂപ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അത് എൻ്റെ ജീവിതത്തിലുള്ള കുഴപ്പങ്ങളും അങ്ങനെ ആയിട്ട് പോകുന്നൊരു കഥയാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഫോണും അതുപോലെ തന്നെ ടി വി ഇതൊക്കെ കാണുന്നല്ലേ? അപ്പൊ ഇപ്പൊ എപ്പോഴും ഈ AI സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ AI കാര്യങ്ങളൊക്കെ നമ്മൾ റോബോട്ട് അല്ലെങ്കിൽ അത് സ്റ്റോറിയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഈ സിനിമയും പ്രതിപാദിക്കുന്നത് അങ്ങനത്തെ ഒരു AI കഥാപാത്രത്തെ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു AI കഥാപാത്രമായിട്ട് ഈ അപർണ മൾബറി അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കണ്ടപ്പോ എങ്ങനെയായിരുന്നു ഒരു ഫീലിംഗ് ആ സിനിമയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്? അപർണ ചേച്ചി നന്നായിട്ട് മലയാളം പറയുമല്ലോ, അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരുമിച്ചിരിക്കും, ഒരുമിച്ച് കളിക്കും. ടോട്ടലി നമ്മുടെ സെറ്റിലുള്ള എല്ലാവരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ചേട്ടന്മാരെന്നതിൽ ഒരു ഇതായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് എല്ലാവരും. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് എങ്ങനെയാണ് മോൻ വരുന്നത്? ഇപ്പം ഈ ഒരു മോണിക്ക സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയിൽ ഇതിൽ ഒരു ദിവസം അച്ഛനെ നമ്മളുടെ അഷ്റഫ് സാറ് വിളിച്ചു. അങ്ങനെ എനിക്കും എന്നിട്ട് അച്ഛനോട് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു സിനിമയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അഷ്റഫ് സാറിനെ കാണാൻ പോയി. അങ്ങനെ ഞാൻ മൂവിയിലെത്തി. അങ്ങനെയാണ് ഇതല്ലേ? ഓക്കെ. പിന്നെ ഇപ്പം എല്ലാവരും മോനെ കാണുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് മാളികപ്പുറത്തിലാകെ ഒരു കഥാപാത്രമാണ്. അപ്പൊ തുളസി പിപിയുടെ ഒരു ഡയലോഗിൽ ആ ഡയലോഗ് ഒന്ന് പറയാൻ പറ്റും? അപ്പോൾ തുളസി പിപി വരുന്നോ ശബരിമലയ്ക്ക്? എല്ലാരും ശരിക്കും ആ ഡയലോഗ് കേട്ട് മോന്റെ കഥാപാത്രം കണ്ടിട്ട് വളരെയധികം ചിരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ മാളികപ്പുറത്തേക്ക് ആ സിനിമയിലേക്ക് എങ്ങനെയാ വരുന്നത്? വെബ് സീരീസ് പോലെ ഒരു കുഞ്ഞു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ട് അത് കുറച്ച് ഓടി. അത് ഒരു സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡ്രോയിങ്ങും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അത് യൂട്യൂബിലുണ്ട്. അങ്ങനെ അപ്പോൾ ആ ചേട്ടൻ്റെ ഫ്രണ്ടായിരുന്നു നമ്മളുടെ വിഷ്ണു ചേട്ടൻ, ഇതിൻ്റെ ഡയറക്ടർ. അങ്ങനെ എൻ്റെ അഭിനയം വിഷ്ണു ചേട്ടൻ ഇഷ്ടപ്പെട്ടു, അതിൽ ഞാൻ ചെയ്തത്. അപ്പം എന്നെ വിഷ്ണു ചേട്ടൻ എനിക്ക് ഇങ്ങനെ ഒരു സിനിമയുണ്ടെന്ന് പറയുമ്പം മറ്റേ ചേട്ടൻ എന്നെ ഒന്ന് പറ്റുമോ, ഇവൻ്റെ അഭിനയം ഒന്ന് നോക്കുന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നെ ഓഡീഷന് വിളിച്ചു. ഓഡീഷന് പോയി. എന്നോട് അഭിലാഷ് ചേട്ടൻ പറഞ്ഞത് എന്നെ നടത്തം കാണുമ്പോഴും എൻ്റെ പെരുമാറ്റം കാണുമ്പോഴും ആ ഒരു പീയൂഷ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിട്ട് തോന്നി. അതുകൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഉണ്ണിച്ചേട്ടനായിട്ട് കുറെ കോമ്പിനേഷൻ സീൻസും മുഴുന്നുള്ള ഒരു കഥാപാത്രമായിട്ട് തന്നെയല്ലേ ചെയ്തിരുന്ന മോൻ? അപ്പോൾ ആ ഉണ്ണിച്ചേട്ടനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ സിനിമയിൽ? ഉണ്ണിച്ചേട്ടനായിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഉണ്ണിച്ചേട്ടൻ ആദ്യം തന്നെ പറയേണ്ടത് ഭയങ്കര കെയറിംഗ് ആണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ കാലിലൊരു മുള്ളു തറച്ചു എന്ന് വിചാരിക്കുക, അത് ഉണ്ണിച്ചേട്ടനോട് പറയണ്ട. ഉണ്ണിച്ചേട്ടൻ അതിന് മുമ്പേ നമ്മൾ കെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മുള്ളു തറച്ചു കഴിഞ്ഞാൽ പുള്ളി ഓടി വരും, കാല് പൊക്കും, എടുക്കും. അങ്ങനെ അതിൽ മേക്കപ്പിൻ്റെ അകളോട് പറഞ്ഞിട്ട് യൂടി അടിച്ചു തരും. അങ്ങനെ ഭയങ്കര കെയറിംഗ് ആണ് ടോട്ടലി പറഞ്ഞത്. അതുപോലെ നമ്മൾ അഭിനയിക്കേണ്ട കാര്യങ്ങൾ, ഇത് ഏതെങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരും.
അതുപോലെ തന്നെ ദേവനന്ദി മോന്റെ കൂടെ അഭിനയിച്ചിരുന്ന ഒരു ആക്ട്രസ് ആയിരുന്നു. അപ്പൊ ദേവനന്ദിയായിട്ട് ഭയങ്കര അടിപൊളി ഒരു വൈബായിരുന്നു അല്ലെ സിനിമയില്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ദേവനന്ദി ആയിട്ടുള്ളത്? അവളുടെ കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ അടികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ ആ മാളികപ്പുറത്തിന് ശേഷം സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്, അറിഞ്ഞൂടെ? കേട്ടിട്ടുണ്ടോ? ഒരു മാത്സിന്റെ ഒരു ഗെയിം. നമ്മള് ഫ്രീ കിട്ടുമ്പോ ഫുൾ ടൈം അതിരുന്ന് കളിക്കും. ചിലപ്പോ ഷൂട്ടിന്റെ ഇടയിലും കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. കട്ട് പറയുമ്പോ അപ്പൊ തന്നെ ബാക്കി കളിക്കും. അങ്ങനെ നമ്മൾ അടിയായിട്ടുണ്ടെങ്കിലും ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോ ബാക്ക് ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് വരും. ഓക്കെ, ഫ്രണ്ട്സ് ആയിട്ട് വരൂല. അപ്പൊ ഈ ഷൂട്ടിന്റെ ഇടയിലൊക്കെ ഫുൾ കളി തന്നെയാണ് അല്ലേ? അപ്പൊ അങ്ങനെയൊന്നല്ല, പഠിത്തം പോണല്ലോ. അപ്പൊ പിന്നെ വെക്കേഷൻ ആയിട്ടൊക്കെ എന്തൊക്കെയാ പരിപാടി ഉണ്ടായിരുന്നേ? വെക്കേഷൻ ആയിട്ട് ഞാൻ കുറച്ച് ദിവസം വീട്ടിലിരുന്നു. പിന്നെ കോഴിക്കോട് വന്നേ പിന്നെ ഞാൻ ഹൈലൈറ്റിൽ പോയി. കോഴിക്കോട് എനിക്ക് വേറെ ഇതുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു പടം വിഷ്ണു ചേട്ടൻ്റെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹൈലൈറ്റിൽ പോയി, അവിടെ സ്നോ പാർക്കൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നു. ഓക്കെ, അപ്പൊ അടിച്ചുപൊളിയാണല്ലേ വെക്കേഷൻ ഒക്കെ ആയിട്ട്? ടോട്ടലി അടിച്ചുപൊളിയല്ലേ, എനിക്കിപ്പോ മൂവി ഉണ്ടല്ലോ. അപ്പൊ ഈ സ്കൂളിലെ ഒരു അടിച്ചുപൊളിയാണ് എനിക്ക്. ഓക്കെ ഓക്കെ. ഇപ്പൊ സ്കൂളിലുള്ള സമയത്ത് ഇപ്പൊ ഈ സിനിമയും സ്കൂളൊക്കെ എങ്ങനെ കൊണ്ടുപോകാറുള്ള മോൻ? സിനിമയും സ്കൂളും എന്ന് പറയുന്നത് എൻ്റെ അച്ഛനൊരു ടീച്ചറാണ്, അമ്മയൊരു ടീച്ചറാണ്, നമ്മളുടെ ഫാമിലി പകുതിയും ടീച്ചറാണ്. അങ്ങനെ അച്ഛൻ ടീച്ചറായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് റൂമിൽ വരുമ്പോൾ ഇല്ലെങ്കിൽ ഞാൻ ക്യാരവാനിൽ വന്നിരിക്കുമ്പോൾ ആ ടൈമിലൊക്കെ മാക്സിമം ബുക്ക് എടുത്ത് ഒരു പഠിക്കും. അങ്ങനെ സിനിമ അഭിനയിക്കണമെന്ന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ? പാട്ടോ ഡാൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മോന് താല്പര്യം ഉണ്ടായിരുന്നോ? ഞാൻ ഈ സിനിമയിലോട്ട് കയറുന്നത് ടിക്ടോക്കിലൂടെയാണ്. ടിക്ടോക്ക് ബാൻ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, ബ്ലൂടൂത്ത് പറഞ്ഞിട്ട്. ഇങ്ങനെ ഷോർട്ട് ഫിലിമായിട്ട് ഇങ്ങനെ അങ്ങനെ പെട്ടെന്നാണ് എന്നെ താത്തവളയുടെ താന്ന് പറഞ്ഞൊരു കുമാരി ഒരു മൂവിയിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ അതിൽ പോയി പിന്നെ കുമാരി മാളികപ്പുറം ചെയ്തേ പിന്നെ കയറി. കുമാരിയില് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്യാരക്ടർ ആയിരുന്നില്ലേ ആ ചാത്തന്റെ കൂടെ ഉള്ളത്? അപ്പൊ ആ കുമാരിയിലുള്ള അല്ലെങ്കിൽ കുമാരിയിലുള്ള ഒരു കഥാപാത്രം എങ്ങനെയാ മോനൊന്ന് ഓർത്തെടുക്കാൻ പറ്റും? അത് ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിലും ഒരു അടിപൊളി സ്റ്റോറിയാണ്, ഭയങ്കര അടിപൊളി കഥയാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. വേറെ എന്താ, അതുപോലെ നിർമ്മലേട്ടനും ഈ പറഞ്ഞ പോലെ ഭയങ്കര കെയറിങ് ആണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും എനിക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അഭിനയിച്ച് കാണിച്ചു തരും. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ സിനിമ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയാറുണ്ട്? സ്കൂളിൽ പോകുമ്പോൾ ശരിക്കും നമ്മൾ ഒരു സിനിമയിൽ അഭിനയിച്ചു അപ്പൊ എല്ലാവരും വന്നിട്ട് അഭിപ്രായമൊക്കെ പറയല, അങ്ങനെ പറയാറുണ്ട് ടീച്ചേഴ്സും ഫ്രണ്ട്സൊക്കെ? പറയാറുണ്ട്. അതിപ്പോ മാളികപ്പുറം ചെയ്തതിന് ശേഷമാണ് എല്ലാവരും വരുന്നതും പറയുന്നതും. കുമാരി കണ്ടേ പിന്നെയാണ് കുറച്ചും കൂടി ഇങ്ങനെ എല്ലാവരും വരുന്നതും പറയാനൊക്കെ തുടങ്ങുന്നത്. അതിപ്പോഴും നെറ്റ്ഫ്ലിക്സിലുണ്ട്, അപ്പോൾ കാണാത്തവരൊക്കെ കാണണം. ചേച്ചി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് കുമാരി, നല്ല പടം, നല്ല മൂവിയാണ്. ഐശ്വര്യലക്ഷ്മി ഒക്കെ ശരിക്കും നല്ല കഥാപാത്രം അല്ലേ ചെയ്തിരിക്കുന്നത്? അതുപോലെ അതിൽ എന്നെ തള്ളിയിട്ട് കൊല്ലുന്ന ആ ചേട്ടനില്ലേ, ആ ചേട്ടൻ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്, ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ ഇനിയിപ്പോ അപ്കമിങ് മൂവീസ് ഒക്കെ ഏതൊക്കെയാ മോന്റെ? ഇനി എനിക്ക് വരാൻ പോകുന്നത് വന്നിട്ടുണ്ട് ഒരെണ്ണം, പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ മൂവിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ദിലീപേട്ടൻ്റെ ആ മൂവിയിൽ. പിന്നെ ഈ മൂവി മോണിക്ക ഒരേ സ്റ്റോറി, ഇതിൽ ഞാനുണ്ട്. അത് പിന്നെ അറിയാലോ, ഇതിൽ ഞാനാണല്ലോ. അതുപോലെ അതിനു മുമ്പ് ഇനിയിപ്പോൾ എൻ്റെ ഫസ്റ്റ് പടം റിലീസായിട്ടില്ല, അത് ചെറിയ ഇഷ്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇത്രയും പെട്ടെന്ന് റിലീസാവും. അതിനുശേഷം വരാഹം എന്ന് പറഞ്ഞൊരു മൂവി വരാനുണ്ട്. അതുപോലെ അഭിലാഷേട്ടൻ്റെ തന്നെ ഒരു പടം ഞാൻ ചെയ്തു, ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞിട്ട്, അതും എത്രയും പെട്ടെന്ന് റിലീസ് ആവുന്നതായിരിക്കും. ഇപ്പൊ അഭിലാഷേട്ടന്റെ കൂടെ രണ്ടാമത്തെ സിനിമയല്ലേ ചെയ്യാൻ പോകുന്നത്? അപ്പൊ ആ അഭിലാഷേട്ടനായിട്ടുള്ള ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടാവില്ല, മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം? അഭിലാഷേട്ടൻ ഭയങ്കര കോമഡിയാണ് ആള്, നമ്മളെ കാണുമ്പോൾ നല്ല സീരിയസ് ആയിരിക്കും. പക്ഷെ 2-3 ദിവസം കഴിയുമ്പോൾ പുള്ളിയുടെ കൂടെ കൂട്ടായാല് ആ ടൈമിൽ ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ട് താഴെ ഒരാന കുറേ ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. എന്നെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി പുള്ളിയുടെ വണ്ടിയിൽ ഇങ്ങോട്ട് കൊണ്ടുപോയി, റൂഫ് ടോപ്പൊക്കെ ഉള്ളതാണ്, അത് തുറന്ന് നമ്മൾ കുറേ കറങ്ങിയിട്ടുണ്ട് ഞാനും അഭിലാഷേട്ടനും കൂടെ. അപ്പൊ ഇപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ നമ്മൾ ഇപ്പൊ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ പറയാറുണ്ട് സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് പഠിക്കും. അപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കുക എങ്ങനെയാണ് ചെയ്യാറുള്ള മോൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട്? മാളികപ്പുറത്തിനൊക്കെ എന്നെ അവളെയൊക്കെ റോബോട്ടെന്ന് വിളിച്ചേ പഠിച്ചു. അങ്ങനെ ഇരുന്നില്ലേ? അത് ചെറിയ ഡയലോഗ്സ് ആയിരുന്നു, പിന്നെയും വലുത് എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അത്ര പറ്റാതെ ഒന്നും ഇരുന്നിട്ടില്ല ഡയലോഗ് പഠിക്കാൻ വേണ്ടിയിട്ട്.
പക്ഷെ എന്നാലും അപ്പൊ ആ ഒരു കഥാപാത്രം എല്ലാവരും ഏറ്റെടുത്തൊരു കഥാപാത്രമല്ലേ. അപ്പൊ ഡയലോഗ് ഇപ്പൊ ഞാൻ ചോദിച്ചു തന്നെ തുളസി ബീബിയുടെ കാര്യം ചോദിച്ചില്ലേ, ശരിക്കും ആ ഒരു ഡയലോഗിൽ തന്നെ മോൻ അറിയപ്പെട്ടില്ലേ ഇത്രയും ശരിക്കും ആ സിനിമയിലൂടെ അല്ലെ? അത് സത്യം പറഞ്ഞ സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് അല്ല, അത് അഭിലാഷേട്ടന് പെട്ടെന്ന് അവിടെ നിൽക്കുമ്പോൾ ഒരു കൗണ്ടർ വേണ്ടേ എന്ന് വിചാരിച്ചിട്ടൊന്ന് നോക്കിയതാണ്. ഇപ്പൊ അഭിനയം അല്ലാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടാവും? അപ്പൊ പാട്ട് പാടും അങ്ങനെ എന്തെങ്കിലും? ഒരു പാട്ട് പാടുമോ മോൻ? പാട്ട് പാടാം. ഞാൻ ചേച്ചി ആവേശം എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുണ്ടോ? ഓ അടിപൊളി സിനിമ അല്ലേ. അതിലത്തെ ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ പാട്ട് ഞാൻ പാടാം. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ടു നില്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ല ഇവനെ തൊഴുവാനായെന്നും ജനത്തിരക്ക് കാലൊന്നെടുത്തു വച്ചാൽ സ്വർഗം പോലും അണ്ടർ വേൾഡ് ഇല്ലൂമിനാറ്റി ഇല്ലൂമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലൂമിനാറ്റി ഇല്ലൂമിനാറ്റി ഇല്ലൂമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലൂമിനാറ്റി ഇല്ലൂമിനാറ്റി ഇല്ലൂമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലൂമിനാറ്റി. സിനിമ കണ്ടിരുന്നില്ലേ? ആവേശം കണ്ടില്ലേ? ഞാൻ കണ്ടു. ഈ ലാസ്റ്റ് ഇറങ്ങിയതിൽ എന്റെ ഫേവറേറ്റ് പാട് ആവേശമാണ്. അപ്പോൾ ഇനി നല്ല സിനിമകളുടെ ഭാഗമാവാൻ സാധിക്കട്ടെ, പിന്നെ വലിയൊരു സ്റ്റാർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോണിക്ക ഒരു സ്റ്റോറി നല്ലൊരു സിനിമ ആവാൻ പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി മോനെ. താങ്ക് യു.